കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിൽ വിധി ഇന്ന്. ജ്യൂസിൽ വിഷം കലർത്തി വനിതാ സുഹൃത്തായ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയെ കൂടാതെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഏറെ നാളത്തെ പ്രണയം, ഒടുവിൽ മറ്റൊരു വിവാഹത്തിനായി കൊടും കൊലപാതകം, അതും 2 തവണ വിഷം നൽകി. പാറശാല സ്വദേശി ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്കെതിരായ പോലീസിന്റെ കുറ്റപത്രം ഇതാണ്. കൊലപാതകം നടന്ന് 2 വർഷവും 3 മാസവുമാകാനിരിക്കെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി MM ബഷീർ വിധി പറയുന്നത്. 2022 ഒക്ടോബർ 13-14 ദിവസങ്ങളിലായി അമ്മയുടെയും അമ്മാവൻ്റെയും സഹായത്തോടെ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകിയാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രം. 2022 ഒക്ടോബർ 25-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഷാരോൺ മരണപ്പെടുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിന്റെ വിചാരണ നടപടികൾ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അംഗീകരിച്ചില്ല. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 95 സാക്ഷികളാണുള്ളത്. 323 രേഖകളും 51 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദമുള്ള ഗ്രീഷ്മ 22-ാം വയസ്സിലാണ് കേസിൽ പ്രതിയാകുന്നത്. പോലീസ് കസ്റ്റഡിയിൽ ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും വലിയ വിവാദമായിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.